നിങ്ങളുടെ പേഴ്സൻ്റെ രഹസ്യമായിട്ടുള്ള ആഗ്രഹം എന്താണ്? ഈ റിലേഷൻഷിപ്പിൽ അവരെന്താണ് രഹസ്യമായിട്ട് ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മേ ബി ഈ ഒരു റീഡിങ് നിങ്ങൾക്കുള്ള ഫീലിംഗുമായിരിക്കാം, അല്ലെങ്കിൽ എനർജിയുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആയിരിക്കാം. ഓക്കെ, ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ട് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറണം എന്നുള്ളതാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. മേ ബി ഇത് നിങ്ങളുടെ ഒരു ഡിസയറും ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. മേ ബി അതൊരു പേഴ്സൺ തന്നെ ആവണമെന്നില്ല. അത് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കരിയർ പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ മറ്റ് ഫ്രണ്ട്സിനെ പോലെയുള്ള വ്യക്തികൾ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിൽ ഒരാൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആയിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പ്രതീക്ഷയുമില്ലാതെ മൂവ് ഓൺ ചെയ്ത് ഈ റിലേഷൻഷിപ്പ് തന്നെ ബ്രേക്കപ്പ് ആയിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അതിൽ ഒരാൾ വളരെയധികം ഇനിഷ്യേറ്റീവ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയോട് ഒരുപാട് തവണ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവർ ട്രൈ ചെയ്യുന്നോറും അവർ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. മേ ബി നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഡിപ്രഷനിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അവരുടെ ലൈഫിൽ അവസാനത്തെ പ്രതീക്ഷയും അവരുടെ കൈവിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവർക്കിനി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്തൊരു സാഹചര്യം അവരുടെ ലൈഫിൽ വരുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ഡിപ്രസ്ഡ് ആണ്. പക്ഷെ ഈ ഒരു സമയത്ത് ആ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് ഏത് വിധേനയും നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ള ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വ്യക്തി ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള മനസ്സുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരണം എന്ന് ആ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സിറ്റുവേഷൻ ആയിരുന്നാൽ കൂടിയും അവർക്ക് അതെല്ലാം ആ കെട്ടുപാടുകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളിലേക്ക് തിരികെ വരാൻ അവരിപ്പോൾ വളരെ സീക്രട്ടായിട്ട് തന്നെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ഏതൊരു സമയത്തും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അവർക്ക് ഏതൊരു സമയത്ത് അവരുടെ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് മേ ബി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോയിരുന്ന സമയത്താണ് എന്നവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ആ ഒരു എനർജി തന്നെയാണ് അടുത്തൊരു കാർഡിലും വന്നിട്ടുള്ളത്. അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നൽകിയിട്ടുള്ള എല്ലാ സന്തോഷങ്ങളും അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ തിരികെ വന്നു. അവർ മറ്റൊരു സ്റ്റേറ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. അവർക്ക് തിരികെ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകണമെന്നും ആ ഒരു സന്തോഷം വീണ്ടും അവരുടെ ലൈഫിൽ വരണമെന്നും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു. എന്താണ് അവരുടെ റിയാലിറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു സങ്കടം ആ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ട്. ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തി ഒരുപാട് ടയർഡ് അപ്പ് സിറ്റുവേഷനിലാണ്. മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ലായിരിക്കാം. അവരുടെ ലൈഫിൽ മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. മേ ബി ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. മറ്റു വ്യക്തികൾ സ്ട്രോങ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നുണ്ടാവാം. ആ വ്യക്തികളെ ഒപ്പോസ് ചെയ്യാൻ ചിലപ്പോൾ ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല. അത്രമാത്രം ഒരു ബാഡ് സിറ്റുവേഷനിലൂടെ ആ വ്യക്തി കടന്നു പോകുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ,
ഡെഫിനിറ്റ്ലി തീർച്ചയായിട്ടും ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയിരുന്ന ആ മൊമെന്റ്സ് ഓർത്തെടുക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളെ ലൈഫ് പാർട്ട്ണറാക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുമായിട്ട് വീണ്ടും ആ ഒരു സന്തോഷം, ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എല്ലാ സന്തോഷങ്ങളും തിരികെ അവരുടെ ലൈഫിലേക്ക് വരണമെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നു. വളരെ സീക്രട്ടായിട്ട് അവർ അവരുടെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഏറ്റവും വലിയ ആഗ്രഹം തന്നെ അതാണ് എന്നിവിടെ വ്യക്തമാകുന്നു. അത്രമാത്രം പോസിറ്റിവിറ്റിയാണ് ഇവിടെ കിട്ടിയത്. ഓക്കെ. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. മേ ബി നിങ്ങളായിട്ട് ഒരുപാട് തവണ ആ വ്യക്തിയോട് ഈ ഒരു റിലേഷൻഷിപ്പ് തിരികെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവാം. ആ ഒരു സമയത്തെല്ലാം ആ വ്യക്തി നിങ്ങളെ അവഗണിച്ചിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളായിട്ട് തന്നെ ഇപ്പോൾ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം. ആ ഒരു സങ്കടത്തിൽ ആ വ്യക്തി ഇനി എങ്ങനെയാണ് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് എന്ന് ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. അവര് എത്ര തന്നെ അവർക്ക് അവരുടെ ലൈഫിൽ അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളില്ലാണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ അവർ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ ഒരു ഹാപ്പിനെസ്സിനെ അവരെപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. അവരുടെ കൈവെള്ളയിലുള്ള ഒരു പ്രകാശം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഒരു പ്രകാശമാണ് നിങ്ങളെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരിക്കലും കൈവിട്ട് കളയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. ഏതൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് അവരുടെ ലൈഫിൽ അവരുടെ അടുത്ത് ഉള്ളത് എങ്കിൽ പോലും അതെല്ലാം അവോയ്ഡ് ചെയ്ത് അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. എസ്പെഷ്യലി ആ വ്യക്തി ഒരുപാട് നൈറ്റ് ടൈംസിൽ ഒരുപാട് കരയുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആ വ്യക്തിയെ ഒരുപാട് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവരെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ട്. മേ ബി ഇത് നിങ്ങൾക്കുള്ള ഫീലിംഗും ആയിരിക്കാം. ഒരുപാട് സങ്കടം ആ വ്യക്തി ഉള്ളിൽ ഒതുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ചില സമയങ്ങളിൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷത്തിലാണ്. ചിലപ്പോൾ നിങ്ങളുടെ മെമ്മറീസിൽ അവർ ചിലപ്പോൾ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കാം. ചിലപ്പോൾ നിങ്ങളും അങ്ങനെ ആയിരിക്കാം. അവരുടെ മെമ്മറീസ് കൊണ്ടുവരുന്ന പാട്ടുകൾ ഇടയ്ക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള വ്യക്തികളായിരിക്കാം. അത് കേൾക്കുമ്പോൾ ആ ഒരു ഓർമ്മ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നുണ്ടാവാം. അത്രമാത്രം ഒരു സാഡ്നെസ്സിലാണ് അവരിപ്പോൾ ഉള്ളത്. ഓക്കെ. ഇൻഫിനിറ്റ് കണക്ഷനാണ് ചിലപ്പോൾ നിങ്ങൾക്കിടയിലുള്ളത്. എത്ര പ്രാവശ്യം നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ ആയിട്ടുണ്ടെങ്കിലും വീണ്ടും റീയൂണിയൻ നിങ്ങൾക്കിടയിൽ പോസിബിലിറ്റി കാണുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അത്രമാത്രം ഒരു സോൾ ബോണ്ടിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. എത്രമാത്രം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടോ അത്രമാത്രം അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ.